എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റ് ഉള്ളതും എന്നാൽ വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2 പീസ് ബ്രെഡ് ഇതുപോലെ വെച്ചതിന് ശേഷം മുട്ടയിൽ മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കുക. ഞാൻ 16 പീസ് ബ്രെഡാണ് എടുത്തത്. മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ 4 മുട്ടയാണ് എടുത്തത്. ഇനി ഇത് ബ്രെഡ് പൊടിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എല്ലാ വശത്തും നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത് നല്ലപോലെ എല്ലാ വശവും നന്നായിട്ട് ബ്രെഡ് പൊടിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള പീസും കവർ ചെയ്തെടുക്കുക. നോമ്പ് തുറക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ പീസും ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ കുടിക്കും. 2 വശവും നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇപ്പം മുഴുവനും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ്, മല്ലിയില, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ഒരു ചെറിയ കഷ്ണമാണ് എടുത്തത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും മുളകൊക്കെ ചേർത്തിട്ട് പൊരിച്ച ചിക്കൻ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടമനുസരിച്ചിട്ട് മയോണീസ് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കക്കിരിയോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ പീസാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നോമ്പ് തുറക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ബാക്കിയുള്ള മുഴുവൻ പീസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.